മൂന്ന് വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ. കാരണം ബാക്കി രണ്ടും അത്ര വർക്കായില്ല, മോശം സിനിമകളുമായി അടുത്ത് വരുന്ന ഒരേ ഒരു സീനിലൂടെയാണ് ആ ബൈക്ക് ചേസ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇൻട്രോസ് ഇല്ല. വോയിസ് ഓവറിലൂടെ ആരെയും പരിചയപ്പെടുത്തുന്നു. മോസ്റ്റ് ഐക്കോണിക് അതിൽ മാറി എന്ന 4 പേരും തമ്മിൽ ഒരു പെണ്ണിന് വേണ്ടി മത്സരത്തുള്ള പടമാക്കുന്നത് ചിരിപ്പൂരത്തിന് ശേഷം വരുന്ന ഇമോഷണൽ. ഇതുപോലൊരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ കഥയുമായിട്ട് മറ്റൊരു പടമാണ്. മലയാള സിനിമയിലെ ഫ്രണ്ട്ഷിപ്പ് ഫോർമുലയെ ഒരു വിപ്ലവകരമായ ട്രാക്കിലേക്ക് മാറ്റിയത്. ഇവിടെ സൗഹൃദം എന്നത് ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നതിലുപരി ഒരു ഒരു സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എവർഗ്രീൻ ആണ്. എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം. കാലം എത്രയൊക്കെ മാറിയാലും, സിനിമ എങ്ങനെയൊക്കെ മാറിയാലും, സിനിമ ടെക്നോളജികൾ എത്രയൊക്കെ പുരോഗമിച്ചാലും, ആളുകളുടെ ആസ്വാദന രീതി മാറിയാലും, എല്ലാ കാലത്തും വർക്കാവുന്ന ചില ഫോർമുലകളുണ്ട്. അതിലൊന്നാണ് 3-4 പേരുള്ള ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന്റെ ഫ്രണ്ട്ഷിപ്പ് കഥകൾ. ഓരോ കാലത്തിലും ഈ ഫോർമുല വർക്കൗട്ട് ആക്കിയിട്ടുള്ള ഒരുപാട് പടങ്ങൾ, വർക്കൗട്ട് ആവാത്ത പടങ്ങൾ അതിലും കൂടുതലുണ്ട്. എവർഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഇനിയും ഫ്രണ്ട്ഷിപ്പ് പടങ്ങൾ ഒരുപാട് വരും. ഓരോ കാലഘട്ടത്തിലും മലയാള സിനിമയിൽ വന്നിട്ടുള്ള ചില ഐക്കോണിക് ഫ്രണ്ട്സ് ഗ്യാങ്ങുകളെ പറ്റിയും പടങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇൻ ഹരിഹർ നഗർ. വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് കോണാത്തിൽ വെക്കുക എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ ഗംഭീര ഫ്രണ്ട്ഷിപ്പ് കോമഡി സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പ് ഉപയോഗിച്ച പടമാണ് ഇൻ ഹരിഹർ നഗർ. മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ ടൈറ്റിൽ സീക്വൻസുകളിൽ ഒന്ന് ഈ പടത്തിന്റെയാണ്. ഈ സീൻ കഴിഞ്ഞ ഉടനെ ഹരിഹർ നഗർ ഗാങ്ങിനെയും ആ ഗാങ്ങിലെ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സിനെയും അവർ തമ്മിലുള്ള ബോണ്ട് എത്രത്തോളം ഉണ്ടെന്നും എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത് അടുത്ത് വരുന്ന ഒരേ ഒരു സീനിലൂടെയാണ്, ആ ബൈക്ക് ചേസ് സീൻ. അത് കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും ഇവന്മാര് ആവശ്യമില്ലാത്തടത്ത് ചെന്ന് തലയിട്ട് കിട്ടാനുള്ളത് വാങ്ങിക്കുമെന്ന്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഇൻട്രോസ് ഇല്ല. വോയിസ് ഓവറിലൂടെ ആരെയും പരിചയപ്പെടുത്തുന്നില്ല. സ്ട്രെയിറ്റ് ഒരു സീനിൽ 4 പേരെയും കിട്ടിലുമായിട്ട് രജിസ്റ്റർ ചെയ്തു. തുടക്കത്തിലെ ആ ഗ്രാഫ് ഒരിക്കലും പടത്തിന് താഴോട്ട് പോയിട്ടേ ഇല്ല. കൊടുക്കാനായാലും വാങ്ങാനായാലും 4 പേരും ഒരുമിച്ച്. എന്നാൽ 4 പേരും തമ്മിൽ ഒരു പെണ്ണിന് വേണ്ടി മത്സരം. അവസാനം ഹോനായി പെട്ടി ചോദിച്ചു വരുമ്പോൾ വീണ്ടും ചാവാനായാലും കൊല്ലാനായാലും ഒരുമിച്ച്. റൊമാൻസ് എന്നുള്ള വാക്കൊന്നും അന്ന് ഇല്ലായിരുന്നെങ്കിലും ഡെഫിനിഷൻ അന്നേ ഉണ്ടായിരുന്നു. അക്ഷരം തെറ്റാതെ വിളിക്കാം ദി മോസ്റ്റ് ഐക്കോണിക്. വീണ്ടും 2 തവണ കൂടി ഈ ഗ്യാങ് വന്നിട്ടുണ്ടെങ്കിലും അത് രണ്ടും ഹിറ്റ് ആണെങ്കിലും ഹരിഹർ നഗറിന്റെ വൈബ് ഒന്ന് വേറെ തന്നെ. ഇത് 90s തുടക്കത്തിലാണ്. ഇനി 90s സെക്കൻഡ് പാർട്ടിലേക്ക് വന്നാൽ ഒരു 2000 അടുപ്പിച്ചൊക്കെ വന്നു കഴിഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ് സിനിമകളിൽ ഫ്രണ്ട്ഷിപ്പ് ട്രയോ ഫോർമുല മറ്റൊരു ഗോൾഡൻ ഫോർമുലയാണ്. ഹരിഹർ നഗർ സിദ്ദിഖ് ലാൽ ടീമിന്റെയാണ്. ഇത് സിദ്ദിഖിന്റെ പടമാണ്. അപ്പോൾ അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഫ്രണ്ട്സ്. 3 വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ. സാധാരണ സൈഡ് കിക്കുകളാണ് വള്ളിപിടിയുടെ ആശാന്മാരെങ്കിൽ ഇവിടെ നായകൻ അരവിന്ദൻ തന്നെയാണ് അതിലെ ഉസ്താദ്. ഗുഡ് മോർണിംഗ്. കറുത്ത തുപ്പട്ടക്കാരിക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എന്താ വരുന്നേ? പ്രോബ്ലം സോൾവിംഗ് മെന്റാലിറ്റി ഉള്ള ഗ്യാങ്ങിനെ കൺട്രോൾ ചെയ്ത് നല്ല വഴിക്ക് കൊണ്ടുപോകുന്നവൻ ചന്തു, മുകേഷിന്റെ ക്യാരക്ടർ. പൊതുവെ എല്ലാ പടത്തിലും മുകേഷിന് ഏണി ഇങ്ങോട്ട് പിടിക്കലാണ് പതിവ്. ഇവിടെ പുള്ളി വൻ നീറ്റ്, ഒരു ഉടായ്പില്ല. പിന്നെ കോമഡി ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയ്, ക്ലാസിക് സൈഡ് കിക്ക്. പക്ഷേ ഫ്രണ്ട്സിനെ കൂടുതൽ ഡെപ്ത് ഉള്ള പടമാക്കുന്നത് ചിരിപ്പൂരത്തിന് ശേഷം വരുന്ന ഇമോഷണൽ ട്രാക്കാണ്. ചന്തുവിന്റെ അനിയന്റെ കഥയും അവനും അരവിന്ദനും തമ്മിലെ ഫ്ലാഷ് ബാക്കും ജയറാം മീന ട്രാക്കും ഒക്കെ മെലോഡ്രാമയുടെ എൻജോയബിൾ ആയ മീറ്ററിനുള്ളിൽ നിർത്തി ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ ലാസർ ഇളയപ്പന്റെ തലയിൽ ചുറ്റിക വീണ പോലിരിക്കും നമ്മുടെ അവസ്ഥ, കാണുന്ന നമ്മുടെ അവസ്ഥ. ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പിന്റെ ദേശീയ ഗാനമായിട്ട് കടൽക്കാറ്റിൻ നെഞ്ചിൻ മാറിയത് ഈ 3 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബോണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പടം പറഞ്ഞത് കൊണ്ട് കിട്ടിയ ഇമ്പാക്റ്റ് ആണ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി.
ഫുൾ ഓൺ കോമഡി വിട്ടിട്ട് ചിരിപ്പിക്കേണ്ടടുത്ത് പീക്കിൽ കൊണ്ടുവച്ചിട്ട് ഇമോഷണൽ ട്രാക്കും അതേ പീക്കിൽ കൊണ്ടുവച്ചു. ഇത് ഞാനാ ചന്തു. ഇൻ ഹരിഹർ നഗർ ചെയ്ത അതേ സിദ്ദിഖ് ലെജൻഡ്. നമ്മളിപ്പോൾ പറഞ്ഞത് ആൾക്കാരെ ചിരിപ്പിക്കുന്ന ലൈറ്റായ ക്യാരക്ടേഴ്സ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് പടങ്ങളാണ്. അത് ഹരിഹർ നഗർ ഫ്രണ്ട്സും ഒക്കെ. അങ്ങനത്തെ സിനിമകൾ തന്നെ ബാക്ക് ടു ബാക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ഇതുപോലൊരു ഫ്രണ്ട്സ് ഗാങ്ങിന്റെ കഥയുമായിട്ട് മറ്റൊരു പടം വന്നു. ഇതെന്നാൽ ഒട്ടും കോമഡി അല്ലായിരുന്നു. 4 ഫ്രണ്ട്സും 4 വിജിലാൻഡുകൾ. എനി ഗസ്? ഫോർ ദ പീപ്പിൾ. ഇതൊരു പക്ക കൊമേഴ്സ്യൽ മസാല പടമായിരുന്നിട്ടും അതിലെ 4 പേരുടെ സൗഹൃദത്തിന് ഒരു പ്രത്യേക റഫ് ആൻഡ് ടഫ് ഫീൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫ്രണ്ട്ഷിപ്പിൽ പാട്ടും പ്രേമവും ഒക്കെ ഉണ്ടെങ്കിലും വിപ്ലവമാണ് മെയിൻ. മലയാള സിനിമയിലെ ഫ്രണ്ട്ഷിപ്പ് ഫോർമുലയെ ഒരു വിപ്ലവകരമായ ട്രാക്കിലേക്ക് മാറ്റിയത് ജയരാജിന്റെ ഈ പരീക്ഷണമായിരുന്നു. മുകളിൽ പറഞ്ഞ സിനിമകളിൽ നിന്നെല്ലാം ഈ ഗാങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ അനോണിമിറ്റിയാണ്. വിവേക്, അരവിന്ദ്, ഈശ്വർ, ഷെരീഫ്, ഈ 4 പേരും സമൂഹത്തിലെ അഴിമതിക്കെതിരെ പോരാടുന്ന വിജിലാൻഡിസ് ആണ്. ഇവിടെ സൗഹൃദം എന്നത് ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്നതിലുപരി ഒരു ഒരു സിസ്റ്റമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു കോമൺ എനിമിക്കെതിരെ 4 പേരും ഒന്നിക്കുമ്പോൾ അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ വലിയൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സിനിമകളിൽ നടന്മാരോടുള്ള ലൈക്കബിലിറ്റി, അതായത് അവർ മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിനോടുള്ള ആ ഒരു സ്നേഹം ആൾക്കാർക്ക് അവരോട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മേജർ ആൾക്കാരും പുതുമുഖങ്ങളാണ്. ബോയ്സിലൂടെ ഭരത്തിനെ മാത്രം പിന്നെയും കുറച്ച് പേർക്ക് അറിയാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ്ങിനെ ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തി എടുക്കുക, അതും ഇങ്ങനെ ഒരു സീരിയസ് സബ്ജക്റ്റിൽ എന്നൊക്കെ പറയുന്നത് ഭീകര ടാസ്ക്കാണ്. ജയരാജ് അത് ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് പടങ്ങൾ എന്നാൽ ചിരിക്കാനുള്ളതാണെന്ന ധാരണയെ മാറ്റിമറിച്ചുകൊണ്ട് സൗഹൃദത്തിന് ഗൗരവകരമായ ഒരു ഫേസ് കൊടുക്കാൻ ഫോർ ദ പീപ്പിളിന് പറ്റി. ചുരുക്കത്തിൽ കോമഡിയും കണ്ണീരും ഇല്ലാതെ തന്നെ വിപ്ലവം കൊണ്ടും ആവേശം കൊണ്ടും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ഗ്യാങ്ങാണ് ഫോർ ദ പീപ്പിൾ. പിന്നെ ഈ പടത്തിനെ ഹിറ്റാക്കിയ പടത്തിന്റെ നട്ടല് ജാസി ഗിഫ്റ്റ്, അത് വേറെ കാര്യം. ഇതേ ഫോർമുല ആവർത്തിക്കാൻ നോക്കി ബൈ ദ പീപ്പിളും ഓഫ് ദ പീപ്പിളും വന്നു. ആ ട്രിലജി കംപ്ലീറ്റ് ആയെങ്കിലും ഫോർ ദ പീപ്പിള് അതിൽ മാറി നിൽക്കും. കാരണം ബാക്കി രണ്ടും അത്ര വർക്കായില്ല, മോശം സിനിമകളുമായിരുന്നു. നെഞ്ചോട് ചേർത്ത് ജപിക്കാം. 90കളുടെ തുടക്കത്തില് ഹരിഹർ നഗർ, 90കളുടെ എൻഡില് ഫ്രണ്ട്സ്, 2000ന്റെ തുടക്കത്തില് ഫസ്റ്റ് ഹാഫില് ഫോർ ദ പീപ്പിൾ, 2000ങ്ങളുടെ സെക്കൻഡ് ഹാഫില് മലയാളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട്ഷിപ്പ് സിനിമകളുടെ ഗോൾഡൻ സ്റ്റാൻഡേർഡാണ് ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ്. ഒരു ബാച്ചിലെ എല്ലാവരെയും ഒരേ നൂലിൽ കോർത്ത ആ ഫ്രണ്ട്ഷിപ്പ് കഥ ഇന്നും എവർഗ്രീൻ ആണ്. എനിക്ക് പറയുമ്പോൾ തന്നെ അതേ രോമാഞ്ചം. സുകുമാരനും മുരളിയും പയസും താരയും റസിയയും സതീശനും ഒക്കെ ഒരു ആവറേജ് ക്യാമ്പസ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പേരുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഫേസ് മൈൻഡിൽ വരികയാണ്. ഒരു ഗ്യാങ് ആവുമ്പോൾ പലർക്കും പല ഫീച്ചേഴ്സും ആവുമല്ലോ. പക്ഷേ ക്ലാസ്മേറ്റ്സിലെ രസമുള്ളൊരു കാര്യം, തമ്മിൽ കണ്ടാൽ സുകുമാരനും സതീശൻ കഞ്ഞിക്കുഴിയും കിരിയും പാമ്പും ആണെങ്കിലും പല സ്പെഷ്യലായ മൊമെന്റ്സിലും ഇവർ ഒരുമിച്ച് കാണും. ക്യാമ്പസ് ടൂർ ആയാലും മുരളി ഗെറ്റ് ടുഗദറിനെ പറ്റി പറയുന്ന ഫ്ലാഷ് ബാക്ക് സീനിലാണെങ്കിലും ഒക്കെ ആ ഗ്യാങ്ങിൽ ഒരാളാണ് സതീശൻ. രാഷ്ട്രീയം പറയുന്ന നേരത്തെ ശത്രുവാണെങ്കിലും ഒരു ബാച്ച്മേറ്റ് എന്ന നിലയിൽ ആ ഗ്യാങ്ങിന്റെ എല്ലാ മൂവ്മെന്റുകളിലും സതീശൻ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അയാൾ വിശ്വസ്തനുമാണ്, മാറ്റി നിർത്തപ്പെടുന്നുമില്ല. ഈ ഒരു കാര്യം പിന്നീടുള്ള ഫ്രണ്ട്ഷിപ്പ് പടങ്ങൾക്കൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കേരളത്തിലെ കോളേജുകളിൽ ഗെറ്റ് ടുഗദർ കൾച്ചർ കൊണ്ടുവന്നത് തന്നെ ക്ലാസ്മേറ്റ്സ് എന്ന ഈ സിനിമയാണ്, ഈ ഒരു ഗ്യാങ് ആണ്. അറിയാലോ, അതെല്ലാവർക്കും അറിയാലോ. പല ഗെറ്റ് ടുഗദറുകളിലും പല താരമാരും സുകുമാരന്മാരും ഒക്കെ ഒരുമിച്ചിട്ടുണ്ട്. പല സുകുമാരന്മാരും സതീശന്മാരും തമ്മിലെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നീട് കുറെ വാണബിൾ ക്ലാസ്മേറ്റ്സ് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭൂരിഭാഗവും ക്രിഞ്ച് അപരാധങ്ങളായിരുന്നു. കാരണം ഇത് മലയാള സിനിമ കണ്ട ഏറ്റവും ക്യൂറേറ്റഡ് ആയ ഡീറ്റെയിൽ ആയ ഒരു ക്യാമ്പസ് ഫ്രണ്ട്ഷിപ്പ് പടമായിരുന്നു. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. ഇനി ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വന്ന മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് സിനിമയുണ്ട്. സ്റ്റാർഡത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഈക്വലായ നടന്മാരെ ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് പടം ചെയ്യുന്നതിനേക്കാൾ റിസ്ക് പിടിച്ച മറ്റൊരു പരിപാടിയുണ്ട്. ഒരു സൂപ്പർ സ്റ്റാറിനെ മെയിൻ ആക്കിയിട്ട് പുള്ളിക്ക് ചുറ്റും ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിനെ വെച്ചിട്ട് പടം ചെയ്യാം. ആ ടാസ്ക് ഭംഗിയായി ചെയ്ത പടം ഛോട്ടാ മുംബൈ. ലാലേട്ടനാണ് നായകനെങ്കിലും മറ്റുള്ളവർക്കും കൃത്യമായി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആ തീരുമാനം തന്നെയാണ് ഈ പടത്തിലെ ഗ്യാങ്ങിനെ നമ്മൾ ഇന്നും ഓർക്കാൻ കാരണം. പടത്തിന്റെ വിജയത്തിനും അത് തന്നെയായിരുന്നു കാരണം.
ഫ്രണ്ട്ഷിപ്പ് സിനിമകൾക്ക് ഒരു റോക്ക് സ്റ്റാർ പരിവേഷം കൊടുത്ത പടമാണത്. ഇതിനോളം സ്റ്റൈലിഷ് ആയ ഒരു ഫൺ മാസ് എന്റർടൈനർ ഇതിനു മുമ്പ് വന്നിട്ടില്ല, അതിന് ശേഷവും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കൊച്ചി ഫ്രീക്കൻ ഗ്യാങ്ങിന്റെ കൂടെ ലാലേട്ടനും ഒരു കല്ലുകടി തോന്നാത്ത രീതിയിൽ പക്കാ ബ്ലെൻഡായി ഒരു കാരിക്കേച്ചർ വരച്ച പോലത്തെ ആ ഗ്യാങ് നടേശനെ പോലുള്ളൊരു കൊടൂര വില്ലനുമായിട്ട് മുട്ടുമ്പോൾ മാസം എന്നൊക്കെ പറഞ്ഞാൽ മരണമാസ്. ഈ ഒരു ഗ്യാങ് ട്രെൻഡായെന്ന് മാത്രമല്ല, അന്നത്തെ ഫാഷൻ സിനാരിയോ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു. തമ്മിൽ തല്ലാതെ ഒരുമിച്ച് നിന്നിട്ട് കൂടെ ഉള്ളവർക്ക് വേണ്ടി തല്ലുന്ന തലയുടെ ഛോട്ടാ മുംബൈ ഗ്യാങ് മലയാളികൾക്ക് അന്നും ഇന്നും ഫേവറേറ്റ് ആണ്. അതുകൊണ്ടാണ് റീ റിലീസിലും ഛോട്ടാ മുംബൈ വന്നിട്ട് കൊല്ലാൻ തൂക്കിയത്. അതിന് നമ്മൾ 2000 ഡീക്കേഡ് കഴിഞ്ഞിട്ട് 2010 ഡീക്കേഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഫോർമുലകൾ റീഡിഫൈൻ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് സിനിമകൾ നമ്മൾ കുറെ കണ്ടു. ഇത് എന്നാൽ ഹിറ്റ് ഫോർമുലകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പടമാണ്. വിനീത് ശ്രീനിവാസൻ സ്റ്റൈൽ ഓഫ് ഫീൽ ഗുഡിന്റെ തുടക്കം. മലർവാടി ആർട്സ് ക്ലബ്. ആത്മാർത്ഥ കൂട്ടുകാർ, അവർക്കിടയിൽ ഒരാൾ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. അപ്പോഴുണ്ടാവുന്ന തെറ്റിദ്ധാരണകൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവസാനം അവർ ഒന്നിക്കുന്നു. ഹിറ്റ് ഫോർമുലയാണെങ്കിലും അത് പുതിയ നടന്മാരെ വെച്ച് ഹിറ്റാവുന്ന ലെവലിൽ ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇവർക്കിടയിലുള്ള കെമിസ്ട്രി ഗംഭീരമായിട്ട് സ്ക്രീനിൽ വർക്കായതാണ് പടം ഈ കാറ്റഗറി ഇപ്പോഴും പറയുമ്പോൾ ഓർക്കാൻ കാരണം. ഇടനെഞ്ചിൻ തുടികളിലുണരും സ്വരമോ നീ. നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ നാടറിയണം. ഈ ഒരു ഡീക്കേഡിൽ തന്നെ മലർവാടിക്ക് ശേഷം വന്നൊരു സിനിമയാണ്. മലയാളത്തിലെ ഫ്രണ്ട്ഷിപ്പ് സിനിമകളിൽ ന്യൂ ജനറേഷൻ തരംഗത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, ഹണിബി. ലാൽ ജൂനിയർ കൊച്ചിൻ ഫ്രീക്കൻ വൈബിനെ ആവാഹിച്ചെടുത്ത ഈ പടം അന്നത്തെ യൂത്തിനിടയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഫ്രീക്കന്മാർക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. ഈ ഗ്യാങ്ങിന്റെ പ്രത്യേകത അതിലെ ഏജ് വ്യത്യാസമാണ്. സ്റ്റുഡൻ്റായ ബാലു വർഗീസിന്റെ ക്യാരക്ടർ മുതൽ ഏറ്റവും പ്രായമുള്ള ബാബുരാജ് വരെയുള്ള ഗ്യാങ്. പ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും ഒരേ യൂത്ത് മൈൻഡ് സെറ്റ്. ഇവർക്കിടയിലുള്ള ബ്രൊമാൻസ് ഭയങ്കര രസമായിരുന്നു പടത്തിൽ. ആ ഗ്യാങ്ങിന്റെ ഇൻഫ്ലുവൻസ് ആണ് കൊച്ചി സ്ലാങ്ങും അവിടുത്തെ പ്രയോഗങ്ങളും ഒക്കെ പിന്നീട് ഇന്നും വൈറലാവാൻ കാരണം. അതായത് ബ്രോ, ഡ്യൂഡ്, സീന്, ഇതൊന്നും ഹണിബിക്ക് മുമ്പ് ഇത്രയും ഫേമസ് ആയിരുന്നില്ല. പിന്നെ നല്ലപോലെ ഫാഷൻ ഇൻഫ്ലുവൻസും പടം ചെയ്തിട്ടുണ്ട്. കൊച്ചി കേരളത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ഫാഷൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഫ്രീക്ക് ക്യാപിറ്റലാക്കി മാറ്റി ഹണിബി. വെള്ളം വന്ന സ്ഥിതിക്ക് നമുക്ക് വള്ളംകളി തുടങ്ങിയാലോ? ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങില് പെമ്പിള്ളേര് കൂടി വരുന്ന ചില സിനിമകൾ മാത്രമേ ഹിറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് ഹണിബിയാണ്. സെക്കൻഡ് ഹാഫില് ഇവര് ചെന്നപ്പെടുന്ന കേവസിലൊക്കെ ഇവർക്കിടയിലുള്ള റൊമാൻസ് ഭയങ്കര റോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ എല്ലാവരും മരിക്കുമെന്ന് തോന്നുന്ന ആ സീനൊക്കെ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ക്രിഞ്ചാവാവുന്നതാണ്. അതിനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്തു പടം. ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവന്ന പടം ഇൻസ്റ്റന്റ് കൾട്ടായി. ഫ്രണ്ട്ഷിപ്പ് കഥകളിൽ നൊസ്റ്റാൾജിയ കയറി വരുന്നത് ഒരു ഗോൾഡൻ ഫോർമുലയാണ്. പക്ഷേ അത് സീനിയർ ആക്ടേഴ്സിനെ വെച്ച് പറഞ്ഞാലോ, ഇടുക്കി ഗോൾഡ്. ഇത് ഇടുക്കി ഗോൾഡ് ആണ് അളിയ. ശിവം മുതൽ ചെഗ്വാര വരെ വലിച്ചിരുന്ന സ്വർണ്ണപ്പുക. ഈ പടം ഇറങ്ങിയ സമയത്തിനേക്കാൾ ഫാൻസ് ഇപ്പോഴുണ്ട് ഈ പടത്തിന്. നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു സീനിയർ റീയൂണിയൻ, അവർ തമ്മിലെ ഗംഭീര കെമിസ്ട്രി, അത് തന്നെയാണ് ഇടുക്കി ഗോൾഡിനെ ഗോൾഡ് ആക്കിയത്. ആ ഗ്യാങ്ങിന്റെ 2 ടൈം ലൈൻ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് സിനിമയിൽ. പിള്ളേരുടെ കാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവല്. ഇവർ ഒരുമിച്ച് യാത്ര തുടങ്ങുന്ന സമയം മുതൽ പടത്തിന്റെ ഗ്രാഫ് അങ്ങോട്ട് കയറും. ആ കോട ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സീനൊക്കെ കാണുന്ന നമുക്ക് കിട്ടും ആ കുളിര്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയും ഒരു ഗ്യാങ്ങുമാണ് ഇവര്, പേരില്ലാത്ത ഗ്യാങ്. പൊതുവെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് കഥകൾ യൂത്തിനെ ഫോക്കസ് ചെയ്താണ് വരാറ്. പക്ഷേ ഇടുക്കി ഗോൾഡ് അവിടെ മാറ്റി ചവിട്ടി. ഇതുപോലൊരു സീനിയർ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് കഥയൊക്കെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഉർവശി, കലാരഞ്ജനി, ബിന്ദു പണിക്കർ, ശോഭന, രേവതി, ഇവരൊക്കെ വെച്ചൊരു കിടിലൻ പടം, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് പടം വന്നാൽ നൈസ് ആയിരിക്കില്ലേ? ആണുങ്ങൾക്കിടയിലെ സാഹോദര്യം റൊമാൻസ് ആണെങ്കിൽ പെണ്ണുങ്ങൾക്കിടയിൽ എന്താ പറയുക, സിസ്മാൻസോ. ക്ലീറ്റസേ, നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ഓക്കെ, അത് വിട്ടോ. അങ്ങനെ ഒരു വാക്കുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ
മലയാള ഡിക്ഷണറിക്ക് സംഭാവന ചെയ്തു. നിന്നെ സമ്മതിച്ചു ആ സമ്മതിക്ക് നീ നിന്റെ കാലൊന്ന് ഞാൻ തൊട്ടോട്ടെ. ഇത് പിടിച്ചോ. ഒരാളുടെ ജീവിതത്തിലെ 3 കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന 3 പ്രണയങ്ങളുടെ കഥ പറയുന്ന ഒരു പടത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രയോയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്നും ആ ട്രയോ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്നും ആരെങ്കിലും വിചാരിക്കോ? പ്രേമം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിനിമകൾക്ക് ഒരു മോഡേൺ ഡേ ബെഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ അത് പ്രേമമാണ്. ഈ പടത്തിലെ ഗ്യാങ് കേവലം ഒരു കോമഡി ഗ്യാങ് മാത്രമല്ല, ഒരു കോമഡി ട്രാക്ക് മാത്രമല്ല, മറിച്ച് ജോർജ് എന്ന നായകന്റെ ജീവിതത്തിലെ 3 കാലഘട്ടങ്ങളെയും താങ്ങി നിർത്തുന്ന, അവരെ തമ്മിൽ എന്താ പറയുക, ആ 3 കാലഘട്ടങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു നട്ടെല്ലാണ് ജോർജും ശംഭുവും കോയയും. കിടിലൻ കെമിസ്ട്രി. സ്കൂൾ യൂണിഫോമിൽ തുടങ്ങി കോളേജിലെ കറുത്ത ഷർട്ടും മുണ്ടും കടന്ന് താടി നരച്ചു തുടങ്ങിയ പ്രായത്തിൽ വരെ എത്തുമ്പോൾ ആ സൗഹൃദം ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. ഭയങ്കര റിലേറ്റബിൾ ആണ് പ്രേമത്തിലെ ഈ ഒരു ഗ്യാങ്. നമ്മളിൽ കുറേ പേർക്ക് ഇങ്ങനെ സ്കൂളിൽ തുടങ്ങി ഇപ്പോഴും കൂടെയുള്ള കുറച്ച് കൂട്ടുകാരെയാണ്. എന്തിനും ഏതിനും ഏത് വാതിരാക്യം വിളിച്ചാൽ ഓടി വരുന്ന ചില ചില നല്ല സുഹൃത്തുക്കൾ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് ജോർജിന്റെയും സെലിന്റെയും കല്യാണം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവരെ നോക്കി സന്തോഷത്തിൽ മാറി നിന്ന് സംസാരിക്കുന്ന ശംഭുവിന്റെയും കോയയുടെയും ആ ഒരു മൊമെന്റ് ഉണ്ട്. ജോർജിന്റെ ഏറ്റവും മോശം കണ്ടിട്ടുള്ളവർ, ആ അവസ്ഥയിൽ ജോർജിന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് ഫൈനലി അവരുടെ എത്തുമ്പോൾ മാറി നിന്ന് ആത്മാർത്ഥമായി സന്തോഷിക്കുന്നത്. എന്ത് നല്ല എഴുത്തല്ലേ. പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം ഇനി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 2020 ഡീക്കേഡിൽ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് പടം തല്ലുമാല. എന്താ പേര്? വസീം. ഗ്യാങ് സിനിമകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റീഡിഫൈനിങ് എന്നൊരു സാധനം സംഭവിച്ചത് തല്ലുമാലയിലായിരുന്നു. പരസ്പരം തമ്മിലടിച്ച് കിട്ടിയ ചങ്ങാതിമാരും അവരുടെ തല്ലുമാലയും. ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ യവന്മാരുടെ സ്വഭാവങ്ങൾ പടം കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് തന്നെ. ഏതെങ്കിലും സിറ്റുവേഷനിൽ ചെന്ന് പെടുമ്പോൾ യവന്മാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന നമ്മുടെ ഒരു ടെൻഷനുണ്ട്. സെക്കൻഡ് ഹാഫിലെ ആ കാർ ഫൈറ്റിന് മുമ്പൊക്കെ ആ ടെൻഷന്റെ പീക്കാണ്. അതിലാണ് പടം വർക്കാവുന്നത്. ഫ്രണ്ട്ഷിപ്പ് പറയുന്ന ആക്ഷൻ പടങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ തല്ലുമാല പോലെ അടിയോടടി പടം പ്ലസ് നോൺ ലീനിയർ നരേറ്റീവ് വേറെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തല്ലുമാല ഗ്യാങ്ങിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരു യുണീക്ക് ഐറ്റം ആണ്. ഇനി ഈ കൂട്ടത്തിലെ ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞ ഒരേ ഒരു പടം, യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് പരസ്പരം എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെന്ന് പടം കാണുമ്പോൾ അറിയാം. കുഴിയിൽ പോയ ഒരുത്തനെ ഇനി നോക്കണ്ട എന്ന നാട്ടുകാർ മൊത്തം പറഞ്ഞിട്ടും കേൾക്കാതെ അവന് വേണ്ടി ആ ചെകുത്താൻ ഗുഹയിൽ ഇറങ്ങി പൊക്കിക്കൊണ്ടുവന്ന കുട്ടേട്ടനും കുഴിയിൽ പോയ സുഭാഷും വിട്ടുകൊടുക്കാതെ കൂടെ നിന്ന എല്ലാവരും പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും റിയൽ ലൈഫ് സ്റ്റോറി സിനിമയാകുമ്പോൾ അതിലെ ഏറ്റവും ചലഞ്ചിങ് പാർട്ടാണ് യഥാർത്ഥ കഥയോട് നീതി പുലർത്തുക, കൂടെ സിനിമാറ്റിക് മൊമെന്റ്സ് കൊണ്ടുവരിക. രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് വേണ്ടി പൊതുവെ സിനിമാക്കാർ കുറച്ച് ഗ്യാസ് അടിച്ച് കയറ്റും. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമൊന്നും വന്നില്ല. റിയൽ ലൈഫിൽ തന്നെ കാര്യങ്ങൾ ഹെവി സിനിമാറ്റിക് ആയിരുന്നു. ഹൈ മൊമെന്റുകൾ കൊണ്ട് നിറച്ച ഒരു സർവൈവൽ ത്രില്ലർ നല്ല ഭംഗിയായിട്ട് റൊമാൻസ് പറഞ്ഞു. ഇനി ഈ കൂട്ടത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി വാഴ ഫ്രാഞ്ചൈസ്. 30 വയസ്സിന് താഴെയുള്ള ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക് ഈ പടത്തിലെ ഇമോഷൻസ് കൃത്യമായിട്ട് കണക്റ്റ് ആവും. വാഴ 1 ഇഷ്ടപ്പെടാത്തവർക്ക് പോലും വാഴ 2 ഇഷ്ടപ്പെട്ടത് അത് കുറച്ചുകൂടി റിലേറ്റബിൾ ആണ്. പഠിത്തം കഴിഞ്ഞ് ജോലി എന്നൊരു പാർട്ട് വരുമ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാം UK-യിലും ഗൾഫിലും ഒക്കെ കയറി പോകുമ്പോൾ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഹാഷിറിന്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള കുറെ പേരുണ്ട്. അവർക്കത് കൊള്ളുന്നത് വേറെ രീതിയിലായിരിക്കും. കൂടെ ഉള്ളവന്മാരൊക്കെ അങ്ങ് പോകും. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. അങ്ങനെ കൊളുത്തി വലിക്കുന്ന കുറേ മൊമെന്റ്സ് വാഴ 2-ലുണ്ട്. ഏത് നാട്ടിലിരുന്നാലും ഒരുമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഒരുത്തൻ രക്ഷപ്പെട്ടാൽ വേറൊരുത്തനെയും കരകയറ്റാൻ നോക്കുന്ന കുറേ നല്ല ഫ്രണ്ട്സ് നമ്മുടെ ചുറ്റിനും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വാഴ 2 പലരെയും കരയിപ്പിച്ചത്. പിന്നെ ഈ പടം ഇത്രയും വർക്കാവാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫിലും ഇതേ മീറ്ററിൽ ഫ്രണ്ട്സ് ആണ് ഹാഷിറും ടീമും എന്ന് നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ പടം പെട്ടെന്ന് കണക്റ്റ് ആയി. റീൽസിൽ ചിരിപ്പിച്ച അവർ 4 പേര് ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരും കിട്ടുന്ന സ്പേസ് ഒക്കെ അഴിഞ്ഞാടുകയാണ്. കുറച്ചധികം പടങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നടന്മാരെ പോലെ അല്ലെ. വാഴയും പ്രത്യേകിച്ച് വാഴ 2 ഈ ജോണറിൽ മോഡേൺ ഡേ ബെഞ്ച് മാർക്കാണ്. അത് തന്നെയാണ് പടം 150 കോടി കളക്ഷനുമായി ബ്ലോക്ക് ബസ്റ്ററായി ഇപ്പോഴും തിരക്ക് കുറയാതെ ഓടുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ
90s-ലായിരുന്നാലും 2026-ലായിരുന്നാലും അന്നും ഇന്നും എന്നും മലയാള സിനിമയിൽ വർക്കാവുന്ന ഒരു ഗോൾഡൻ ഫോർമുലയാണ് ഫോർ ഫ്രണ്ട്സ്. ഇതേ പേരിൽ തന്നെ ഒരു പടം വന്ന് പൊട്ടിപ്പോയി, അതെന്തായാലും പോട്ടെ, ജയറാമേട്ടൻ്റെ പടമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, വേറെയും ഇതുപോലുള്ള ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐക്കോണിക് ആയിട്ടുള്ളത് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയുക. ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റായ ഫ്രണ്ട്ഷിപ്പ് സിനിമ ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.